So, we will discuss the properties of Fourier transform. So, without proof, we will discuss this. So, we will see Laplace transform properties Fourier transform properties compare. So, we will discuss the linearity property. So, I will Laplace transform linearity property. That is L of A into f of t plus b into g of t. എന്ന് പറയുന്നത് നമ്മൾ അവിടെ പഠിച്ചു a into L of f of t അതായത് f of s plus b into L of g of t അതായത് g of s. അതായത് ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അതായത് ഒരു ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ ആ കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻഡിവിജ്വൽ ലാപ്ലാസ് ട്രാൻസ്ഫോം പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻഡിവിജ്വൽ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇതുപോലെ തന്നെയാണ് ഫോറിയർ ട്രാൻസ്ഫോമിൽ. അതിപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് എഫ് എന്ന് വരും. നമ്മളിവിടെ ടി എന്നല്ല ഫോറിയർ പഠിച്ചത്, എക്സിൻ്റെ ടേംസിലാണ് എല്ലാം പഠിച്ചത്. സോ ടിയെ മാറ്റി എക്സ് ആക്കുക, എല്ലിനെ മാറ്റി എഫ് ആക്കുക. സോ എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻഡിവിജ്വൽ ഫോറിയർ ട്രാൻസ്ഫോം. സോ എ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ പ്ലസ് ബി ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് ഒമേഗ. സോ എന്താണ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി? കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻഡിവിജ്വൽ ഫോറിയർ ട്രാൻസ്ഫോം പ്ലസ് അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻഡിവിജ്വൽ ഫോറിയർ ട്രാൻസ്ഫോം. സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ചെയ്യുന്നത്. സോ ഇനി നമുക്ക് രണ്ടാമത് ഡിസ്കസ് ചെയ്യാനുള്ളത് എഫ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് മൈനസ് എ എന്താണെന്നാണ്. എന്താണ് എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് മൈനസ് എ, ദാറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എ. അതിനുവേണ്ടി നമ്മൾ ഓർത്തിരിക്കുക, ഇത് വിത്തൗട്ട് പ്രൂഫാണ്. സോ നമ്മളിത് എങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കുക. സോ നമ്മൾ ചെയ്യേണ്ടത് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് വരികയാണെങ്കിൽ അത് എഫ് ഓഫ് ഒമേഗയാവും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് വരികയാണെങ്കിൽ അത് എഫ് ഓഫ് ഒമേഗയാവും. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഐ ഒമേഗ എ. കാര്യം എന്താണ്? മൈനസ് ഓ മൈനസ് പ്ലസ് ആവും, പ്ലസ് ഐ ഒമേഗ എ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ്? എഫ് ഓഫ് ഒമേഗ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയായിട്ട് മാറും? ഇ റേസ് ടു ഐ ഒമേഗ എ എഫ് ഓഫ് ഒമേഗ. സോ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയും കിട്ടി. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഒമേഗ എ എഫ് ഓഫ് ഒമേഗ എന്നാണ്. സോ നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി പഠിച്ചു. എന്താണ് ആദ്യത്തെ പ്രോപ്പർട്ടി? ലീനിയാരിറ്റി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫോറിയർ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് മൈനസ് എയുടെ ഫോറിയർ ട്രാൻസ്ഫോം എങ്ങനെ അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ഇ റേസ് ടു ഐ എ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാപ്ലാസുമായിട്ട് നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്യണം. നമ്മൾ ലാപ്ലാസിൽ പഠിച്ചിട്ടുണ്ട് എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞത് എഫ് ഓഫ് എസ് മൈനസ് എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് വരുമ്പോൾ നമുക്കത് എഫ് ഓഫ് ഒമേഗ എന്ന് വരും. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തുകൂടെ ചേർക്കുകയാണ്? ഒരു ഐ എ എക്സ് കൂടെ ചേർക്കുകയാണ്. അപ്പോൾ എന്താണ്? ഇ റേസ് ടു ഐ എ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ഒമേഗ. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, ഐ എക്സ് കോമൺ എടുക്കാം. സോ ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു എന്തെന്ന് വരും? എ മൈനസ് ഒമേഗ. ഒരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഒമേഗ മൈനസ് എ എന്നായിക്കോളും. അപ്പോൾ അതെന്തായിട്ട് മാറും? ശ്രദ്ധിക്കുക, ഒമേഗ വരുമ്പോൾ എഫ് ഓഫ് ഒമേഗ. സോ ഒമേഗ മൈനസ് എ വരുമ്പോഴോ എഫ് ഓഫ് ഒമേഗ മൈനസ് എ. സോ ഇതെന്തായിട്ട് മാറും? എഫ് ഓഫ് ഒമേഗ മൈനസ് എ. സോ ഇ റേസ് ടു ഐ എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ഒമേഗ മൈനസ് എ. ഇവിടെ ശ്രദ്ധിക്കുക, ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എസ് മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു ഐ എ എക്സ്. കാരണം എയുടെ സ്ഥാനത്ത് ഐ എ എന്ന് വന്നു, ടിയുടെ സ്ഥാനത്ത് എക്സ് വന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഇ റേസ് ടു ഐ എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ഒമേഗ മൈനസ് ഐ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി. സോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് മൈനസ് എക്സ്. ഇത് ലാപ്ലാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, അതുകൊണ്ട് ഫോറിയറിൽ നമുക്ക് ചെയ്യാം. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് വരുമ്പോൾ എഫ് ഓഫ് ഒമേഗ വരും. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് വരുമ്പോൾ എഫ് ഓഫ് ഒമേഗ വരും. നമ്മൾ ചെയ്യേണ്ടത് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്, ഒമേഗയ്ക്ക് ശേഷമുള്ള എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മൈനസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായിട്ട് മാറുമെന്നാണ് ചോദിക്കുന്നത്. സോ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഈ മൈനസ് നമുക്ക് ഒമേഗയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അതായത് ഒമേഗ ഇൻറ്റു മൈനസ് എക്സിനെ ഞാൻ മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് എന്ന് എഴുതി. സോ അതെന്തായിട്ട് മാറും? ഇനി ശ്രദ്ധിക്കുക, ഒമേഗ വന്നപ്പോൾ എഫ് ഓഫ് ഒമേഗ വന്നു. ഇപ്പോൾ മൈനസ് ഒമേഗ വന്നാലും എഫ് ഓഫ് മൈനസ് ഒമേഗ. സോ എന്ത് വരും ഇവിടെ? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് ഒമേഗ. സോ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് മൈനസ് ഒമേഗയാണ്. സോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കോസ് എ എക്സ്. എന്താണ് വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കോസ് എ എക്സ്? ഇത് കാണുമ്പോൾ ഇത്തിരി പാടാണെന്ന് തോന്നും, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയതാണ്. കാരണം നമ്മൾ ഇത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇ റേസ് ടു ഐ എ എക്സ് എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ഒമേഗ മൈനസ് എ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോസ് എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ എ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എ എക്സ് ദ ഹോൾ ബൈ 2. ഇതാണ് കോസ് എ എക്സിൻ്റെ മീനിങ്. കോസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ എ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എ എക്സ് ബൈ 2. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുള്ളത്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2. ആ തീറ്റയ്ക്ക് പകരം എ എക്സ് വന്നു, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതുകൊണ്ട് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എ എക്സ് ദ ഹോൾ ബൈ 2. നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിലെ പഠിച്ച് കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പുറത്തെടുക്കാം. സോ 1/2 ഇൻറ്റു, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ട് പേരുണ്ട്, ഇ റേസ് ടു ഐ എ എക്സും ഇ റേസ് ടു മൈനസ് ഐ എ എക്സും. സോ രണ്ട് പേരെ എഫ് ഓഫ് എക്സ് കൊണ്ട് കണക്ട് ചെയ്യുക. എങ്ങനെ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എ എക്സ്, അടുത്തത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ എ എക്സ്. സോ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എ എക്സ്? അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് ഒമേഗ മൈനസ് എ. സോ എന്താണ്? എഫ് ഓഫ് ഒമേഗ മൈനസ് എ പ്ലസ്, ഇനി അടുത്ത നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചാണ്, ഇവിടെ പ്ലസ് എ വന്നപ്പോൾ ഉത്തരത്തിൽ മൈനസ് എ വന്നു. സോ ഇവിടെ മൈനസ് എ വരുമ്പോൾ ഉത്തരത്തിൽ എന്ത് വരും? പ്ലസ് എ വരും. സോ എഫ് ഓഫ് ഒമേഗ പ്ലസ് എ. സോ നമ്മൾ പഠിച്ചു എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോമിലോട്ടാക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു, കാരണം ഈ ഹാഫ് മുമ്പ് ഓർത്തെടുത്തു, ഹാഫ് ഇൻറ്റു എഫ് ഓഫ് ഒമേഗ മൈനസ് എ പ്ലസ് എഫ് ഓഫ് ഒമേഗ പ്ലസ് എ. സോ നമുക്കിനി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് എന്തെന്ന് പഠിച്ചു. ഇനി എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ് വന്നാൽ എന്തായിരിക്കും നമുക്ക് പഠിക്കാം. എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടെ കോസിന് വരെ സൈൻ എന്ന് എഴുതുക. സൈൻ എ എക്സ് ഇസ് ഈക്വൾ ടു സൈൻ എ എക്സ് ഇസ് ഈക്വൾ ടു, ഈ മൈനസ് പ്ലസ് മാറ്റി മൈനസ് ആക്കുക, ഈ പ്ലസ് മാറ്റി മൈനസ് ആക്കുക, താഴെ ഒരു ഐ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ വാട്ട് ഈസ് സൈൻ എ എക്സ്? സൈൻ എ എക്സ് ഇസ് ഈക്വൾ ടു ഇ റേസ് ടു ഐ എ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എ എക്സ് ബൈ 2i. അതുകൂടെ പറയാം, സൈൻ എ എക്സ് ഇസ് ഈക്വൾ ടു ഇ റേസ് ടു ഐ എ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എ എക്സ് ബൈ 2i. സോ ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു 2i എന്ന് വരും, ഇവിടെ പ്ലസ് മാറി മൈനസ് എന്ന് വരും. സോ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എ എക്സ് ബൈ 2i എന്ന് വരും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോർമുലയിൽ എങ്ങനെ മാറ്റം വരും?
ഇവിടെ 1/2 എന്ന് വരുന്നത് ഇവിടെ 1/2a ആവും, കാരണം ഐയും ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി എഫ് ഓഫ് ഒമേഗ മൈനസ് എ അത് കറക്റ്റാണ്, പ്ലസ് വരുന്ന സ്ഥാനത്ത് മൈനസ് എന്ന് വരും. സോ എഫ് ഓഫ് ഒമേഗ മൈനസ് എ മൈനസ് എഫ് ഓഫ് ഒമേഗ പ്ലസ് എ. സോ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് എന്താണ്, അത് നമ്മൾ പഠിച്ചു 1/2 എഫ് ഓഫ് ഒമേഗ മൈനസ് എ പ്ലസ് എഫ് ഓഫ് ഒമേഗ പ്ലസ് എ. ഇനി രണ്ടാമത്തെ കാര്യം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ്, അതെന്ത് പഠിച്ചു 1/2i എഫ് ഓഫ് ഒമേഗ മൈനസ് എ മൈനസ് എഫ് ഓഫ് ഒമേഗ പ്ലസ് എ. സോ നമുക്കിനി പഠിക്കാനുള്ള ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ എക്സ് എന്നാണ്. വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ എക്സ്. ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ലാപ്ലാസിൽ. വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ ടി. വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ ടി. അവിടെ നമ്മൾ എന്തിനു പഠിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു 1/mod a എഫ് ഓഫ് എസ് ബൈ എ. അതായത് പുറത്തും അകത്തും എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ പുറത്തും അകത്തും എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ എക്സ് 1/mod a എഫ് ഓഫ് ഒമേഗ ബൈ എ. ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എ ടി എന്നാണ് 1/mod a എഫ് ഓഫ് എസ് ബൈ എ. സോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. സോ നമുക്ക് ഏഴാമത് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് റേസ് ടു എൻ എഫ് ഓഫ് എക്സ് എന്താണ്. സോ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി. സോ വാട്ട് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി. ഇത് ലാപ്ലാസിൻ്റെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് എന്താണ്, -1 ദ ഹോൾ റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ ഡി എസ് റേസ് ടു എൻ ഓഫ് എഫ് ഓഫ് എസ്. ഇതെങ്ങനെ ചെയ്യും, എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് എടുക്കുക, അപ്പോൾ എഫ് ഓഫ് എസ് ആയി, അതിന് ടിയുടെ പവർ പോകുക n. സോ n ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുക. സോ ഡി റേസ് ടു എൻ ബൈ ഡി എസ് റേസ് ടു എൻ, അതിൻ്റെ കൂടെ -1 ഹോൾ റേസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ എന്ത് വരും, ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡാഷ് ദ ഹോൾ റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ ഡി ഒമേഗ റേസ് ടു എൻ എഫ് ഓഫ് ഒമേഗ. എന്നാണ് ഡാഷ് ദ ഹോൾ റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ ഡി ഒമേഗ റേസ് ടു എൻ ഓഫ് എഫ് ഓഫ് ഒമേഗ. ഇനി ഡാഷിൽ എന്ത് വരും, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ -1 ദ ഹോൾ റേസ് ടു എൻ എന്നാണ് വന്നിരിക്കുന്നത്. സോ -1 ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഐ വരത്തില്ല. നമ്മൾ ലാപ്ലാസ് പഠിച്ച സമയത്ത് ഐ എന്നൊരു ടേമേ അവിടെ വന്നിട്ടില്ല, പക്ഷേ ഇവിടെ ഐ എന്നൊരു ടേം വന്നിട്ടുണ്ട്. സോ ഐ റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ ഡി ഒമേഗ റേസ് ടു എൻ ഓഫ് എഫ് ഓഫ് ഒമേഗ. സോ നമുക്ക് എട്ടാമത് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡിഫറൻഷ്യൽ ഓർ ഇൻ്റഗ്രൽ. ഒരു ഇൻ്റഗ്രലിൻ്റെയോ ഡിഫറൻഷ്യലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഡിഫറൻഷ്യൽ. സോ എഫ് ഓഫ് എഫ് ഡാഷ് എക്സ്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ്. നിങ്ങൾ ഇത് മാത്രം ആലോചിച്ചിരുന്നാൽ മതി. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ഒമേഗ. എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ഒമേഗ. സോ എഫ് ഡാഷ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഐ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ്. സോ എഫ് ഡാഷ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ഐ ഒമേഗ ഇൻറ്റു എഫ് ഓഫ് ഒമേഗ. സോ എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വീണ്ടും ഐ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഐ ഒമേഗ ഇൻറ്റു എഫ് ഓഫ് ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർഡ് ഇൻറ്റു എഫ് ഓഫ് ഒമേഗ. ഇനി അടുത്ത എന്താണ്, വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് റേസ് ടു എൻ എക്സ്. സോ എഫ് ഓഫ് എക്സിൻ്റെ nth ഡെറിവേറ്റീവിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 2 വന്നു. സോ ഇവിടെ n വരുമ്പോഴോ ഐ ഒമേഗ ദ ഹോൾ റേസ് ടു എൻ എഫ് ഓഫ് ഒമേഗ. സോ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഡിഫറൻഷ്യലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഐ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ്, ഐ ഒമേഗ ഇൻറ്റു എഫ് ഓഫ് ഒമേഗ. വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ്, ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർഡ് ഇൻറ്റു എഫ് ഓഫ് ഒമേഗ. വാട്ട് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് റേസ് ടു എൻ എക്സ്, ഐ ഒമേഗ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ഒമേഗ. സോ ഞാൻ പറഞ്ഞു ഡിഫറൻഷ്യൽ വരുമ്പോൾ നമ്മൾ ഐ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇൻ്റഗ്രൽ വരുമ്പോഴോ നേരെ തിരിച്ചാണ്. അതങ്ങനെ നമുക്ക് പെട്ടെന്ന് എഴുതാം, എഫ് ഓഫ് ഇൻ്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ്
ഡി എക്സ്. അപ്പം ഞാൻ പറഞ്ഞു ഡിഫറൻഷ്യൽ വന്നു കഴിഞ്ഞാൽ ഐ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇൻ്റഗ്രൽ വന്നല്ല ഐ ഒമേഗ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എഫ് ഓഫ് ഒമേഗ ബൈ ഐ ഒമേഗ, എഫ് ഓഫ് ഒമേഗ ബൈ ഐ ഒമേഗ. സോ നമ്മൾ പഠിച്ചു ഡിഫറൻഷ്യൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻ്റഗ്രൽ വന്ന ഐ ഒമേഗ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഈ 8 പ്രോപ്പർട്ടീസുമാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആക്ച്വലി ലാപ്ലാസ് ട്രാൻസ്ഫോമിനുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ആ വീഡിയോ മറ്റൊരു ക്ലാസ് നമുക്ക് ചെയ്യാം. സോ ഈ 8 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് കണക്കുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫുറിയർ ട്രാൻസ്ഫോം എന്തെന്ന് പറഞ്ഞു, രണ്ടാമത്തെ വീഡിയോയിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫുറിയർ ട്രാൻസ്ഫോം പഠിച്ചു. ഇനി മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇൻ ഫുറിയർ ട്രാൻസ്ഫോം. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.